ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നുകൊണ്ട് 5 വർഷക്കാലം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നുകൊണ്ട് ഏതാണ്ട് 5ഓളം വർഷക്കാലം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹം ഇന്ന് നമ്മെ വിട്ടുപോയിരിക്കുന്നു. 1932 അദ്ദേഹത്തിൻ്റെ ജനനം പഞ്ചാബിൽ. അദ്ദേഹം വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പഠിക്കാൻ വളരെ മിടുക്കനായ അദ്ദേഹം സ്കോളർഷിപ്പൊക്കെ നേടിക്കൊണ്ട് അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിലും ഓക്സ്ഫോർഡ് സർവകലാശാലയിലുമൊക്കെ വിദ്യാഭ്യാസം ചെയ്ത് അക്കാലഘട്ടത്തെ ഏറ്റവും ഉന്നതമായ വിജയം കരസ്ഥമാക്കി അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുമ്പോൾ അക്കാലത്തെ ലോക രാജ്യങ്ങളിലെ പല ഭരണാധിപന്മാരും അവരുടെ പ്രതിനിധികളും അദ്ദേഹത്തെ അവരുടെ രാജ്യത്തിലേക്ക് ഉന്നത പദവി വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ ആ ക്ഷണങ്ങളെല്ലാം അദ്ദേഹം നിരസിക്കുകയാണുണ്ടായത്. തൻ്റെ രാജ്യത്തിന് വേണ്ടി സേവിക്കണം. അദ്ദേഹം പഠിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ പഞ്ചാബ് സർവകലാശാലയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു വരുമ്പോൾ പഞ്ചാബ് സർവകലാശാലയിൽ സേവനമനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിക്കാനും കൂടി വേണ്ടിയാണ് അദ്ദേഹം വിദ്യാഭ്യാസം കഴിഞ്ഞ് പല ഉന്നതമായ സ്ഥാനങ്ങളും അദ്ദേഹത്തിനെ തേടി വന്നെങ്കിലും അതെല്ലാം നിരസിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തം രാജ്യത്തിലേക്ക് വന്ന് പഞ്ചാബ് സർവകലാശാലയുടെ ലെക്ചറായും പ്രൊഫസറായും ധനതത്വശാസ്ത്രത്തിലെ റീഡറായും ഒക്കെ നിരവധി പോസ്റ്റുകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇവിടെ എല്ലാവരും ഒക്കെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. UGCയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം 7 പ്രധാനമന്ത്രിമാരുടെ ഇന്ത്യയിലെ 7 പ്രധാനമന്ത്രിമാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1970 മുതൽ അദ്ദേഹം പല പ്രധാനമന്ത്രിമാരുടെയും സെക്രട്ടറിയായും ധനകാര്യ വകുപ്പിൻ്റെ ഒക്കെ ചാർജ് വഹിച്ചുകൊണ്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. മൊറാർജി ദേശായി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ചൗധരി ചരൺ സിംഗ്, VP സിംഗ്, മൻമോഹൻ സിംഗ്, ചന്ദ്രശേഖർ, ഇങ്ങനെ 7ഓളം പ്രധാനമന്ത്രിമാരെ അദ്ദേഹം സേവിക്കാൻ പ്രധാനമന്ത്രിയുടെ കീഴിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഒട്ടേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്താണ് അദ്ദേഹം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ ധനകാര്യമന്ത്രിയായി അദ്ദേഹം ചാർജ് എടുക്കുന്നത്. ഒട്ടേറെ നരസിംഹറാവുവിൻ്റെ ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നികുതി വ്യവസ്ഥയിൽ തന്നെ ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തി. പ്രത്യക്ഷ നികുതിയിലും പരോക്ഷ നികുതിയിലുമൊക്കെ നിരവധി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കയറ്റുമതി ചെയ്യുന്ന നികുതികൾ വെട്ടിക്കുറച്ചുകൊണ്ട് അതേപോലെ ഇറക്കുമതി ചെയ്യുന്ന നികുതികളുമൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് വിദേശത്തു നിന്നുള്ള പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കിക്കൊണ്ട് അദ്ദേഹം ഒട്ടേറെ മാറ്റങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ അദ്ദേഹം വരുത്തിയിട്ടുള്ളത്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളുമായി ശരിയായ തീരുമാനമാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് എന്നും അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. അദ്ദേഹം 1982-85 കാലഘട്ടത്തിൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്ന കാലത്ത് അദ്ദേഹം വിദേശത്തിലുള്ള മൂലധനം വിദേശ ബാങ്കുകൾക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുപ്രധാനമായ തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം റിസർവ് ബാങ്കിനുണ്ടായിരുന്നു. ആ അധികാരത്തെ ഇന്ത്യ ഗവൺമെൻറ് ആ അധികാരം എടുത്തു മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. അത്തരം ശ്രമങ്ങളിലൊക്കെ റിസർവ് ബാങ്കിൻ്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധീരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ചെറുത്തു നിന്നു. പക്ഷേ ആ തീരുമാനങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിരുന്ന രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് നൽകാൻ പോയി എന്നാണ് നമ്മൾ പല ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്.
അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് സ്വീകരിക്കാതെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഉന്നത ശ്രേഷ്ഠന്റെ സേവനം രാജ്യത്തിന് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ സർക്കാർ ആ തീരുമാനങ്ങളിൽ നിന്നും പിൻവാങ്ങുവാനുണ്ടായത്. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലോക രാജ്യങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം വലുതായിരുന്നു. അമേരിക്ക പോലെയുള്ള റഷ്യ പോലെയുള്ള വലിയ രാജ്യങ്ങൾ പോലും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് ഉപദേശം ചോദിക്കുവാനൊക്കെ തയ്യാറാവുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് അനുഭവങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ തന്നെ എൻ്റെ ഗുരു എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇത്രയും ഉന്നതനായ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. ഇവിടെ സൂചിപ്പിച്ചു, തൊഴിലുറപ്പ് പദ്ധതി പോലെ, കാർഷിക കടം എഴുതിത്തള്ളിയത്, വനനിയമം, ആദിവാസികളുടെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി വേണം, വിവരാവകാശ നിയമമൊക്കെ ലോകം കണ്ട വിപ്ലവകരമായ നിയമങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ അഴിമതി തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് ഈ വിപ്ലവകരമായ നിയമം നടപ്പാക്കിയത്. ആ നിയമം കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലുള്ള എവിടെയുമുള്ള അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്തമായ ആയുധം ജനങ്ങൾക്ക് അദ്ദേഹം നൽകിയത്. അത്തരത്തിൽ ഒട്ടേറെ നിയമങ്ങൾ, ഇപ്പോൾ ആധാർ കാർഡ് പോലെയുള്ള നമ്മുടെ തിരിച്ചറിയൽ സംവിധാനം, ആധാർ കാർഡ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉണ്ടാക്കിയത്. സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ആനുകൂല്യങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ടിലൂടെ ജനങ്ങൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയതൊക്കെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്താണ്. അതോടൊപ്പം തന്നെ കേരളത്തെയും അദ്ദേഹം കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ സഹായ സഹകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ വല്ലാർപാടം കണ്ടെയ്നർ ഉൾപ്പെടെ LNG പദ്ധതി, പാചകവാതകത്തിൻ്റെ LNG പദ്ധതി, കൊച്ചി റിഫൈനറി, ഏഴിമല നാവിക അക്കാദമി ഉൾപ്പെടെയുള്ള എത്രയോ പദ്ധതികൾ കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയേറെ സേവനം ചെയ്ത ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവർത്തകരുടെ ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഓരോ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും വോട്ട് കിട്ടുന്നതിന് വേണ്ടി, അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികളല്ല അദ്ദേഹം ആവിഷ്കരിച്ചു കൊണ്ടിരുന്നത്. ദീർഘവീക്ഷണത്തോടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനം ലഭ്യമാക്കുന്ന രീതിയിലുള്ള വികസന പദ്ധതികൾ തയ്യാറാക്കാനാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള വിപ്ലവകരമായ പദ്ധതികൾ, രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കി മുന്നോട്ട് പോയി. 50ഓളം രാജ്യങ്ങളുമായി അദ്ദേഹം പ്രതിരോധ കരാറുകളിൽ ഏർപ്പെട്ടത് റെക്കോർഡാണ്. 50ഓളം രാജ്യങ്ങളുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ അദ്ദേഹം നടപ്പാക്കി. ചൈനയുടെ അക്രമം നേരിടാൻ, പാകിസ്ഥാൻ്റെയൊക്കെ അക്രമം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഒരുക്കലുകൾ അദ്ദേഹം പ്രതിരോധ രംഗത്ത് ശ്രീ AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന ആ സമയങ്ങളിലൊക്കെ അദ്ദേഹവുമായി വളരെ ചേർന്നുകൊണ്ടാണ് വലിയ പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. AK ആന്റണി ഉൾപ്പെടെ, AK ആന്റണിയും വയലാർ രവിയും KC വേണുഗോപാലും KV തോമസും കൊടിക്കുന്നിൽ സുരേഷും E അഹമ്മദും അടക്കമുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള എട്ടോളം മന്ത്രിമാർ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രൊജക്റ്റുകൾ നടപ്പാക്കാനും അതുവഴി രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാനും ഒക്കെ നമുക്കും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്കറിയാം. 92-ാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1970 തുടങ്ങി മുതൽ രാജ്യത്തെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോരോ പദ്ധതികളുമൊക്കെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമുക്ക് നൽകിയ ആ സേവനങ്ങൾ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. നിസ്വാർത്ഥമായ ഒരു അഴിമതിക്കും പാത്രീഭൂതമാകാതെ, ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതിയില്ലാതെ കടന്നു പോവുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഒരു അഴിമതി പോലും ഇത്രയും അധികാരത്തിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു തരത്തിലും ഒരു അഴിമതിയും ഏൽപ്പിക്കാതെ നിസ്വാർത്ഥമായി അദ്ദേഹം മുന്നോട്ട് പോയി.
സോണിയാഗാന്ധി 2004 പ്രധാനമന്ത്രിയായി സോണിയാഗാന്ധിയുടെ പേരാണ് എല്ലാവരും കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും അന്ന് ഉന്നയിച്ചത്. പക്ഷേ ആ സ്ഥാനം ഏൽക്കാതെ എന്നേക്കാളുമൊക്കെ ശ്രേഷ്ഠൻ മൻമോഹൻ സിംഗ് ആണ് എന്ന് കണ്ടുകൊണ്ട് സോണിയാഗാന്ധിയാണ് മൻമോഹൻ സിംഗിന്റെ പേര് നിർദ്ദേശിച്ചത്. അത് തികച്ചും അർത്ഥവത്തായി. അദ്ദേഹം രാജ്യത്തെ ദീർഘകാലം സേവിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ സ്മരിക്കുന്ന ഈ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാജ്ഞലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.